ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഓണം സദ്യയുടെ ഭാഗമായിട്ട് രസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് സാമ്പാറാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം ഞാനിവിടെ കുറേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരേ സൈസിലും നീളത്തിലൊക്കെ അളന്ന് മുറിച്ചൊന്നല്ല, എങ്കിലും ഒരളവിൽ അങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തക്കാളി, വെണ്ട, മുരിങ്ങ, പച്ചമുളക് ഇവയെല്ലാം കൂടെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിത് വേറെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു തക്കാളി 1-4 എന്നുള്ള രീതിയിലാണ് പീസാക്കിയാണ് മുറിച്ചിട്ടുള്ളത്. കാരണം തക്കാളി വേഗം വേവുന്നൊരു പച്ചക്കറിയാണല്ലോ, അപ്പോൾ അത് ഉടഞ്ഞു പോകാൻ പാടില്ല കണ്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരി, മത്തൻ, ചേന, കായ, പച്ചക്കായ, ഇളവൻ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ അതേപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ കഷ്ണങ്ങളും നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സാമ്പാർ നമ്മൾ കല്യാണത്തിനൊക്കെ പോയ സാമ്പാർ നീളത്തിൽ കഷ്ണങ്ങൾ കാണാറില്ലേ? അപ്പോൾ അതാണ് സാമ്പാറിൻ്റെ ഒരു എന്താ പറയുക, കഷ്ണം മുറിക്കുന്ന ഒരു രീതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ രീതിയിൽ മുറിക്കാം കേട്ടോ, ചതുരായിട്ടോ വേറെ ഏത് രീതിയിൽ വേണമെങ്കിൽ മുറിക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്, ക്യാബേജ് അല്ല, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെന്താ ഉള്ളി, ഇത്രയും ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പുളി, പരിപ്പ്. പുളി ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ഒരു അരമണിക്കൂറായി കുതിർത്ത് വെച്ചിട്ട്, അതേപോലെ പരിപ്പും ഞാനൊരു 2 പിടി പരിപ്പ് കുതിർത്ത് വെച്ചിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം. ഇതല്ല, സാമ്പാർ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാൻ കുറച്ച് സമയം വേണമല്ലോ, അല്ലെങ്കിൽ നേരിട്ട് ഉരുളി ചെയ്യുന്ന അങ്ങനെ വേറെ പാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കറിൽ ആദ്യം പരിപ്പിട്ട് കൊടുക്കുകയാണ്. പിന്നെ ബാക്കി കഷ്ണങ്ങളും കൂടി ഇട്ടിട്ടൊന്ന് കുക്കറിൽ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പരിപ്പ് ഓൾറെഡി കുതിർത്തത് കൊണ്ട് അപ്പോൾ നമുക്ക് കഷ്ണം പെട്ടെന്ന് വേവുമല്ലോ കുക്കറിലായതുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. 2 വിസിൽ, ഒരു ഹൈ ഫ്ലെയിമിലും ഒരു ലോ ഫ്ലെയിമിലും അടുപ്പിച്ചാൽ മതി. ഇല്ലെങ്കിൽ കഷ്ണം വെന്തുടഞ്ഞു പോകും. അപ്പോൾ ആ രീതിയിൽ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെന്ന് പറയുമ്പം തക്കാളി, വെണ്ട, മുരിങ്ങ, പിന്നെ പച്ചമുളകും ഞാൻ ഇതിലിടുന്നില്ല. അത് വേറെ തന്നെ വേവിക്കുകയാണ്. കാരണം അത് പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളാണ്. അപ്പോൾ അത് ഇതിലിട്ടാൽ വെന്തുടഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അത് അവിടുന്ന് വേവട്ടെ. നമുക്ക് ഇനി ബാക്കി പച്ചക്കറി, അതായത് തക്കാളി, മുരിങ്ങ, വെണ്ടയ്ക്ക, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വേവിക്കുന്നത് നമ്മുടെ പുളിവെള്ളത്തിലാണ് കേട്ടോ. പുളിവെള്ളം ഞാൻ ഓൾറെഡി അത് പിഴിഞ്ഞിട്ട് നന്നായി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെള്ളത്തിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാൻ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിലും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിനാവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ഇതിലങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്നിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുക വെന്തോ എന്നുള്ളത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം. പിന്നെ ഈ സാമ്പാർ എന്നല്ല, ഏകദേശം എല്ലാ വിഭവങ്ങളും ഓരോ സൈഡിലേക്കും ഓരോ രീതികളാണ്, വ്യത്യാസമുണ്ട്. അതിലിടുന്ന പച്ചക്കറികളായിക്കോട്ടെ, അത് ഉണ്ടാക്കുന്ന രീതി ആയിക്കോട്ടെ, അരവായിക്കോട്ടെ, എല്ലാം ഡിഫറൻസ് ആണ് ഓരോ സൈഡിലേക്ക് പോകുമ്പോഴും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് ഇതുണ്ടോ, നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിത് കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വെന്തോ എന്നുള്ളത്. ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല സാമ്പാറിൻ്റെ കഷ്ണം. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് കണ്ടോ, തക്കാളി ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടി, സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഒരു 3 പിടി തേങ്ങ, പക്ഷേ നമ്മുടെ സാമ്പാറിന് ഒരുപാട് തേങ്ങ അരവിന് ആവശ്യമില്ല കേട്ടോ. സാമ്പാറിന് കുറച്ച് തേങ്ങ ആവശ്യമുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 3-4 എന്താ പറയുക, ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട്, ചെറിയ 2 അല്ലി വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ഒരു ചുവ ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ബ്രൗണിഷ് ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ ഞാനിതിൽ സാമ്പാർ പൊടി ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ നമ്മൾ സാധാരണ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ കറിവേപ്പില അങ്ങനെ എന്താ പറയുക കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടാണ് സാമ്പാർ ഇത് വറക്കാറ്. അപ്പോൾ സാമ്പാർ പൊടി വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറെ ഇട്ട് തരാം, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും ചേർക്കാത്തത്.
അപ്പോൾ ഇത് തേങ്ങ ഒക്കെ എല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ തേങ്ങ ഫ്രൈ ചെയ്യുമ്പം കൈയെടുക്കാതെ ഇളക്കാൻ ശ്രദ്ധിക്കട്ടോ, ഇല്ലെങ്കിൽ അത് കരി പിടിക്കും, തേങ്ങ കരി പിടിച്ചു, പിന്നെ ആ സാമ്പാറിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ കഷ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതുണ്ട്, ഉടയാതെ പാകത്തിന് എന്താ പറയുക കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഒടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ കഷ്ണം. അപ്പോൾ ആ സാമ്പാർ വളരെ കട്ടിയായി പോവും, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ ഒരു വേറെ രീതിയിലേക്ക് മാറും. അപ്പോൾ ഞാനിതിനി വേറൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ തക്കാളി വെണ്ടയും മുരിങ്ങയൊക്കെ ഇട്ട് വേറെ കഷ്ണം വേവിച്ച് വെച്ചിരുന്നല്ലോ, അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്യാണ്. അപ്പോൾ സാമ്പാർ ഇങ്ങനെ ഒരുപാട് കളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കഷ്ണം ഇങ്ങനെ ഉടഞ്ഞു പോകും ഇല്ലെങ്കിൽ, അല്ല ഇളക്കിക്കൊണ്ടിരുന്നാൽ. പിന്നെ അതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ഓൾറെഡി പൊടിച്ച് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ എന്താ പറയുക നിറയെ 4 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും ക്വാണ്ടിറ്റിയിലുകൊണ്ടാണ് ഞാൻ അത്രയും സാമ്പാർ പൊടി ഇട്ടത്. അപ്പോൾ ഇതിട്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഒന്നത് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് അരവ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അതെ, നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായി തിളച്ച് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം പിന്നെ ആഡ് ചെയ്യാം കേട്ടോ. വെള്ളം നിങ്ങളുടെ ആ സാമ്പാറിന് പുളിയൊക്കെ ഉണ്ടെങ്കിൽ പുളി നോക്കിയിട്ട്, അല്ലെങ്കിൽ ഉപ്പ് നോക്കി, പിന്നെ ആ ഒരു കട്ടി നോക്കിയിട്ട് അതിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് അതിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. സാമ്പാറിന് കുറച്ച് വെള്ളമായാൽ കുഴപ്പമില്ല കേട്ടോ, വെള്ളമാകുന്നതാണ് കുറച്ച് ടേസ്റ്റ്, കട്ടിയാകുമ്പോൾ ആ ഒരു ടേസ്റ്റ് മാറും. പിന്നെ ഞാൻ അതിലേക്ക് ലാസ്റ്റ് മല്ലി ചപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണേ. അപ്പോഴാണ് ആ സാമ്പാറിൻ്റെ കംപ്ലീറ്റ് ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുക കേട്ടോ. നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ കടുകും ഒക്കെ ഇട്ടിട്ട് വറവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും വീഡിയോസിനെ പറ്റി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനും വീഡിയോസ് ഇടാനും ശ്രദ്ധിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഓൾ.